കർത്താവിന്റെ നിസ്തുലമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മള് മിഷൻ ചലഞ്ചസിന്റെ സെമിനാറിന്റെ ഭാഗമായി നാം ദൈവസേനയിൽ വന്നിരിക്കുകയാണ്. മിഷൻ കർത്താവ് നമ്മെ ഏൽപ്പിച്ച വളരെ അതിപ്രധാനമായ ഒരു സംഭവമാണ്. സ്തോത്രം. മിഷൻ ഇല്ലാത്ത ചർച്ച് യഥാർത്ഥമായ ഒരു ദൈവസഭയാണെന്നൊക്കെ പറയാൻ പറ്റുകയില്ല. മിഷനും ഇവാഞ്ചലിസവും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്, അല്ലെ? അന്നേരം യേശു ക്രിസ്തു ലോകരക്ഷിതാവും കർത്താവുമായിട്ടാണെന്ന് വിളംബരം ചെയ്യുന്നതാണ് മിഷൻ എന്ന് പറയുന്നത്. സ്തോത്രം. ഇവാഞ്ചലിസം എന്ന് പറയുന്നത്, ഇവാഞ്ചലിസം ഇസ് ദ പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സുവിശേഷം പ്രഘോഷിപ്പിക്കുന്നതാണ് എന്ത് സുവിശേഷീകരണം എന്ന് പറയുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. അന്നേരം ഗ്രേറ്റ് കമ്മീഷൻ, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം ഒടുവിലത്തെ വാക്യങ്ങൾ മഹാനിയോഗം എന്നറിയപ്പെടുന്നതാണ്. അതാണ് വാസ്തവത്തിൽ നമ്മളെ മിഷന് വേണ്ടി പ്രേരിപ്പിക്കുന്ന അതിശക്തമായ വാക്യം. അതിനകത്ത് പോകാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ സ്നാനപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്, ഉപദേശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അന്നേരം വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമുക്ക് ആ ഗ്രേറ്റ് കമ്മീഷനിൽ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മനസ്സിലായോ? അന്നേരം സുവിശേഷം വിളംബരം ചെയ്യണം. അത് പതുക്കെ പറഞ്ഞാൽ ഒക്കത്തില്ല. ഇതിന് വിളംബരം എന്നാ പറയുന്നത്. പ്രൊക്ലമേഷൻ എന്നുള്ള പദമാണ് കൊടുത്തിരിക്കുന്നത്. ഷെയറിങ് ദ ഗുഡ് ന്യൂസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ത്രൂ വേർഡ്സ്. നമ്മുടെ വാക്കുകളിൽ കൂടെ, നമ്മുടെ പ്രവൃത്തികളിൽ കൂടെ ലോകമെമ്പാടും സുവിശേഷം എന്താണെന്ന് ജനം തിരിച്ചറിയണം. മനസ്സിലായോ? യേശുക്രിസ്തുവിന്റെ ആ മച്യൂരിറ്റിയിലേക്ക് ഒരു മനുഷ്യനെ എന്ത് ചെയ്യണം? ട്രെയിൻ ചെയ്യിച്ച് കൊണ്ടുവരണം. അത് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയമാണ്. അത് മാത്രമല്ല, നാലാമതായിട്ട് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും ദൈവ മഹത്വമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഒരു ക്രൂസൈഡും ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ഒരു സഭയും ദൈവം അംഗീകരിക്കുകയില്ല. സ്തോത്രം. അതുപോലെ തന്നെ മിഷന്റെ അടുത്തൊരു ഭാഗമാണ് സ്തോത്രം, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുക. സർവീസ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കേവലം പ്രാർത്ഥന മാത്രമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെ സൽപ്രവൃത്തികൾ മസ്റ്റാണ്. വി ആർ ക്രിയേറ്റഡ് ബൈ ഗാഡ് ടു ഡു ദ ഗുഡ് വർക്ക്സ്. നല്ല പ്രവൃത്തികൾക്കായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിക്കുവാൻ തക്കോണം ഇടയായിത്തീരുന്നത്. സ്തോത്രം. ഈ മിഷനിൽ കൂടെ മാത്രമേ ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു വ്യക്തിയെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അന്നേരം ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ ഫിലിപ്പോസിനെ ശമരിയിൽ ദൈവം അയച്ചപ്പോൾ അവിടെയുള്ള മന്ത്രവാദികൾ ഉൾപ്പെടെ എല്ലാവരും യേശുവിനെ അറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മാസ് ഡെലിവറൻസ് അവിടെ നടക്കുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. ഇനി നമ്മൾ വായിച്ച ആ കുറിവാക്യം നിങ്ങൾ മറക്കല്ലേ. ആക്ട്സ് ചാപ്റ്റർ 5:42. അവിടെ ഒരു 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മിഷനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 5:42 നോക്കിക്കേ. അവിടെ മോഡൽ ഓഫ് ഏർലി ചർച്ച് ഇവാഞ്ചലിസം ആണ് അവിടെ കാണാൻ കഴിയുന്നത്. ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ എങ്ങനെയാണ് സുവിശേഷ വേല ചെയ്തത്? 42-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? പിന്നെ അവർ ദിനം പ്രതി ദൈവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ അർജൻസി ഓഫ് മിഷന്റെ അത്യാവശ്യകത നമുക്കിവിടെ കാണാൻ കഴിയും. ഭയങ്കര അർജൻസിയാണ്. സ്തോത്രം. ഈ ചെറിയൊരു വാക്യമായിട്ട് തോന്നിയാലും ഇതിനകത്തൊരു 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കിടപ്പുണ്ട്. നമ്പർ 1, ഡെയിലി ഇവാഞ്ചലിസം. ദിനം പ്രതിയാണ് അവർ സുവിശേഷ വേല ചെയ്തത്. ദിനം പ്രതി, ആഴ്ചയിൽ ഒരിക്കൽ, വൺസ് ഇൻ എ വീക്ക്, വൺസ് ഇൻ എ മന്തോ ഒന്നുമല്ല, ദിനം പ്രതി. അതിന് 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കൾ സുവിശേഷ വേലയ്ക്ക് കൊടുത്ത ആ പ്രാധാന്യം അടിയന്തരമായി ചെയ്യേണ്ട വിഷയമാണ്. മനസ്സിലായോ? ഒരിടത്ത് തീ കത്തിക്കൊണ്ടിരിക്കുന്നു, ഒരു വീട് തീ കത്തുന്നു, അടുത്ത ആഴ്ച വെള്ളം കോരി നനയ്ക്കാമെന്നുള്ളതല്ല. എല്ലാ ദിവസവും, എവറി ഡേ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഡൈയിങ്.
വിതൗട്ട് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദിസ് വേൾഡ്. ലോകത്തിൽ ദിനംതോറും അനേകം മരിച്ചുകൊണ്ടിരിക്കുക. അന്നേരം അവരെ അതിൽ നിന്ന് വലിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഡെയിലി ഇവാഞ്ചലിസം. സുവിശേഷം എപ്പോഴാണ് ചെയ്യേണ്ടത്? എല്ലാ ദിവസവും ചെയ്യണം. രാമൻ പറയാമോ ശക്തിയോടെ? ആസുക്ക് അങ്ങനൊക്കെ പറയാം. ഞങ്ങൾക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒരുപാട് ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്. നല്ല മനസ്സാക്ഷിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വർഷം തീരുകയല്ലേ? ഈ വർഷം ഒരാത്മാവിന് നിങ്ങൾ ഡെയിലി ഒന്നും ചെയ്യണ്ടാന്നേ, ഒരാളെ കർത്താവിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ സൂസൻ മേഴ്സിന്റെ കൈയൊക്കെ പൊക്കി ഒത്തിരി പേര് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ജീസസ്. നമ്മുടെ ചർച്ചിൽ 50 വിശ്വാസി ഉണ്ടെങ്കിൽ ഒരു വർഷം 50 പേരെ വീതം കൊണ്ടുവന്നാൽ പിറ്റേ വർഷം അത് 100 ആകത്തില്ലേ? 100 വിശ്വാസി ഉണ്ടെങ്കിൽ പിറ്റേ വർഷം അത് 200 ആകത്തില്ലേ? സുവിശേഷ വേല വല്ല നടക്കുന്നുണ്ടോ? നടക്കുന്നില്ലെന്നേ. നടക്കുന്നില്ല സുവിശേഷ വേല. 1-ാം നൂറ്റാണ്ടിൽ നമ്മൾ പറയുകയോ അന്ന് 3000 പേര് വന്നു, പിന്നെ 5000 പിന്നെ അങ്ങ് എണ്ണത്തിൽ പെരുകി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമാണ്, ആവേശമാ. പക്ഷേ വാട്ട് ഈസ് യുവർ പാർട്ട്? നിങ്ങളുടെ പാർട്ട് തന്നെ അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഡെയിലി. ഇത് മാത്രമല്ല, ചർച്ച് ഇവാഞ്ചലിസം. സഭ എല്ലാം അതിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. ഒരു പള്ളി തോറും സിനഗോഗ്സ്, നമ്മുടെ ഭാഷയിൽ വന്നു കഴിഞ്ഞാൽ ദൈവസഭ മിഷൻ പ്രവർത്തനങ്ങളിൽ ഉത്സാഹമുള്ളവരായിരിക്കണം. ഞാൻ എറണാകുളത്ത് ഒരു 5 വർഷം ഇരുന്ന ആ സമയത്ത് അവിടെ കുറച്ച് യൗവനക്കാരുണ്ട്. ഒരു സമാധാനം തരത്തില്ല. സഹായം കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റിയല്ല. ഉടനെ വണ്ടിയും കൊണ്ടുവരും, പാസ്റ്റർ നമുക്ക് ഇന്ന കവലയിൽ പോയി പ്രസംഗിക്കാം. ചെറുപ്പക്കാരല്ല, എന്നും ആവേശമാണെന്നറിയും. ചർച്ച് മൊത്തം പോയി നിന്നങ്ങ് പ്രസംഗിക്കുക, പാട്ട് പാടുന്നു, യുവാസന്മാര് പ്രസംഗിക്കുന്നു. ചർച്ചിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. 3, വീട് തോറും എന്നല്ല എഴുതിയേക്കുന്നേ. വായിച്ചായിരുന്നോ? വീട് തോറും അല്ലേ? അന്നേരം ഹൗസ് ഇവാഞ്ചലിസം, വീട് തോറും. പഴയ കാലത്ത് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ എവരി ഹോം ക്രൂസൈഡ്. നല്ലൊരു ശുശ്രൂഷയായിരുന്നു അത്. എവരി ഹോം ക്രൂസൈഡ്. ഒരു വീടും വിടാതെ സുവിശേഷ വേല ചെയ്യുമായിരുന്നു. ഹൗസ് ഇവാഞ്ചലിസം. മനസ്സിലായോ? എല്ലാ വീട്ടിലും സുവിശേഷം എത്തിക്കണം. എന്നുവെച്ചാൽ ബുദ്ധിമുട്ടൊക്കെയാണ്. സ്തോത്രം. ഇനി അവരുടെ സുവിശേഷത്തിന്റെ ഫോക്കസ് എന്തായിരുന്നു? ക്രിസ്തുവായിരുന്നു. അവര് പറഞ്ഞത് മുഴുവൻ ക്രൈസ്റ്റ് സെന്റേഡ് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താ? സ്തോത്രം. ഏതെങ്കിലും വീട്ടിൽ ചെന്ന് തേങ്ങ എത്ര കിട്ടും, ഈ വർഷം മാവ് പൂക്കുന്നതാണോ, നിങ്ങളുടെ പ്ലാവ് ചക്കയൊക്കെ കിട്ടുമോ, എന്നാ നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ല സുവിശേഷം. ആരോടും പറയുമ്പോൾ ഞങ്ങൾ ഇന്ന് 10 വീട്ടിൽ കയറി കേട്ടോ. 10 വീട്ടിൽ കയറിയിട്ട് എന്താ പറഞ്ഞേ? വീട്ടുകാരോ നാട്ടുകാരോ അല്ലാതെ കർത്താവിന്റെ കാര്യം പറഞ്ഞോ? ക്രൈസ്റ്റ് സെന്റേഡ് ഇവാഞ്ചലിസം, ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കുന്ന സുവിശേഷം. പ്രൈസ് ഗോഡ്. പിന്നെ അവര് ഉപദേശിച്ചു അല്ലേ? അപ്പൊ നമ്മളെ വീട് തോറും ഉപദേശിച്ചു. അന്നേരം ഉപദേശം എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. ഡോക്ട്രിനൽ ഇവാഞ്ചലിസം എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിക്കുകയല്ല. നമ്മൾ പറയുന്നത് അതൊരു ഉപദേശമാണ്. പിന്നെ നീ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, നീ സ്നാനപ്പെട്ടില്ലെങ്കിൽ നിന്റെ നിത്യത അപകടത്തിലാണ്, നിന്റെ ഭാവി അപകടത്തിലാണ്. അന്നേരം ഉപദേശം മസ്റ്റാണ്. എനിക്ക് ആ ഒടുവിലത്തെ കാര്യം വളരെ ഇഷ്ടം. നിരന്തരമായിട്ടല്ലേ, അവര് കോൺസ്റ്റന്റ് ഇവാഞ്ചലിസം, നിരന്തരമായി. ഫുൾ സ്റ്റോപ്പ് ഇല്ല. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പോലാണ് മിഷൻ പ്രവർത്തനം. ഒരിക്കലും അതിനെന്തില്ല? ഫുൾ സ്റ്റോപ്പ് ഇല്ല. പ്രൈസ് ദി ലോർഡ്.
പ്രൈസ് ഗോഡ്. ആമേൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് 41 വാക്യം. അതോടെ ഒന്ന് വേഗത്തിൽ ഒന്ന് വായിച്ചു. തിരുനാമത്തിനു വേണ്ടി ആ, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. ആമേൻ. സ്തോത്രം. ആ വാക്യം നോക്കി, they were counted worthy to suffer shame for his name. തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചു. ചിലർക്ക് ഭയങ്കര ലജ്ജ. ബൈബിൾ എടുത്തോണ്ട് പോകുന്ന പോലും ലജ്ജയായിപ്പോ. ആണങ്കേടാ. സ്തോത്രം. അന്നേരം സുവിശേഷത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ എന്തെല്ലാം ചീത്തവിളികൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഇല്ലേ? കർത്താവിന്റെ നാമഹേതുവായി എന്തെല്ലാം ചീത്തവിളി നമ്മൾ കേട്ടിട്ടുണ്ട്, എന്തെല്ലാം അപമാനം സഹിച്ചിട്ടുണ്ട്. നിങ്ങൾ വടക്കേണ്ടിയിലൊക്കെ പോണം. സാധുക്കളായ ദൈവദാസന്മാർ അനുഭവിക്കുന്ന വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നേരം അവരതിനകത്ത് they rejoiced. അവർ സന്തോഷിച്ചു. അവരെന്ത് ചെയ്തു? സന്തോഷിച്ചു. മനസ്സിലായോ? ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വേണം. സുവിശേഷ വേല ഹേതുവായി നമ്മൾ അനുഭവിക്കുന്ന വ്യതയും പ്രയാസവും ഒരു സന്തോഷമായി തീർന്നാൽ നിങ്ങളുടെ മിഷൻ സക്സസ്ഫുൾ ആയി. എവിടെ പീഡനങ്ങൾ വന്നിട്ടുണ്ടോ, ഉപദ്രവങ്ങൾ വന്നിട്ടുണ്ടോ, കഷ്ടതകൾ വന്നിട്ടുണ്ടോ, സുവിശേഷ വേല ഹേതുവായി ആ സ്ഥലം ഒന്നും നിർജീവമായി പോയിട്ടില്ല. അവിടെ ആത്മാക്കൾ പെരുകിയിട്ടുണ്ട്, അവിടെ സഭകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. സ്തോത്രം. നമ്മുടെ ടോപ്പിക്ക് മിഷൻ ചലഞ്ചസ് ആണല്ലോ. മിഷൻ എന്താന്ന് അറിയാതെ പറയാൻ പറ്റിയല്ല. ഇതൊന്നും ഒരു ദിവസം കൊണ്ടോ ഒന്നും പറയാൻ. മിഷൻ എന്ന് പറഞ്ഞാൽ വലിയ സബ്ജക്റ്റ്, വാസ്റ്റ് സബ്ജക്റ്റ് ആണ്. സ്തോത്രം. ആഴ്ചകൾ എടുത്ത് പഠിപ്പിക്കേണ്ട വിഷയമാണ്. എങ്കിലും വളരെ ചുരുക്കം വാക്കുകളിൽ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചലഞ്ചസ്. വാട്ട് ആർ ദ ചലഞ്ചസ് മിഷണറീസ് ഫേസ്? ഒരു മിഷണറി എന്തെല്ലാം വെല്ലുവിളികളാണ് നേരിടുന്നത്? ഇവിടെ ഇരിക്കുന്ന പലരെ എഴുന്നേൽപ്പിച്ചാൽ, ലാലിറ്റി എഴുന്നേൽപ്പിച്ചാൽ ആ ദൈവാസന ചില കാര്യങ്ങൾ പറയാനുണ്ട്. സൂസമ്മ ബേബി എഴുന്നേൽപ്പിച്ചാൽ ചില കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. ഇവിടെ ഇരിക്കുന്ന പല ദൈവമക്കൾക്കും പല കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത് ഒരു 5 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ശാരീരികമായ അല്ലെങ്കിൽ ഭൗതികമായ വെല്ലുവിളികൾ, ഫിസിക്കൽ ചലഞ്ചസ്. സെക്കൻഡ് വൺ, കൾച്ചറൽ ചലഞ്ചസ്, സാംസ്കാരിക വെല്ലുവിളികൾ. തേർഡ് വൺ, ഇമോഷണൽ, വൈകാരികമായിരിക്കുന്ന വെല്ലുവിളികൾ, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സ്ട്രഗിൾസ് എന്ന് വേണമെങ്കിലും പറയാം. ഫോർത്ത് വൺ, ലോജിസ്റ്റിക്കൽ, ശുശ്രൂഷകൾക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ ലഭിക്കാതിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ചലഞ്ചാണ്. ഫൈനാൻഷ്യൽ പ്രഷറൊക്കെ ചെറിയ കാര്യമൊന്നുമല്ല. അഞ്ചാമത്, സ്പിരിച്വൽ ചലഞ്ചസ്, ആത്മീയ വെല്ലുവിളികൾ. 5 വെല്ലുവിളികളാണ് പ്രധാനപ്പെട്ട. നിങ്ങൾ നോട്ട് ചെയ്യുക. ഫിസിക്കൽ, കൾച്ചറൽ, ഇമോഷണൽ, ലോജിസ്റ്റിക്കൽ, സ്പിരിച്വൽ. ഈ ശാരീരിക വെല്ലുവിളികൾ അത് എക്സ്റ്റേണൽ പ്രോബ്ലമാണ്. എക്സ്റ്റേണൽ പ്രോസിക്യൂഷൻ. നമുക്കറിയാം ആക്ട്സ് ചാപ്റ്റർ 7 സ്തെഫാനോസിന്റെ പ്രസംഗം ഒരു പ്രസംഗമേ ചെയ്തുള്ളൂ. പക്ഷെ ഹി വാസ് സ്റ്റോൺഡ്, കല്ലെറിയപ്പെട്ടു. പിന്നെ ജീവിക്കാൻ ആ സ്തെഫാനോസിന് അവസരം കിട്ടിയില്ല. പൗലോസും അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായം പൗലോസിനെയും കല്ലെറിഞ്ഞു. പക്ഷെ പൗലോസ് മരിച്ചുപോയെന്നാ വിചാരിച്ചതെങ്കിലും ദൈവം അവനെ രക്ഷപ്പെടുത്തി, അല്ലേ? ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 11 23 മുതൽ 28 വരെയുള്ള വാക്യത്തിൽ പൗലോസ് കടന്നുപോയ ശാരീരികമായ വെല്ലുവിളികൾ ഒരുപാട് അതിനകത്ത് കിടപ്പുണ്ട്. എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല, ചില കാര്യങ്ങളും പറയാം.
പൗലോസ് പറയാണ്, ഞാൻ അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, 5 വട്ടം യഹൂദന്മാരാൽ 1 കുറയെ 40 അടി കൊണ്ടു, എന്ന് പറഞ്ഞാൽ 195 അടി കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ്, 3 വട്ടം കപ്പൽ ഛേദം. യാത്ര പോലും പുള്ളിയുടെ സുരക്ഷിതമല്ലായിരുന്നു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചുകൂട്ടി. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, പിന്നെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ഉറക്കിളപ്പ്, വൈദാഹം, പട്ടിണി, ശീതം, നഗ്നത. നോക്കിയേ, പൗലോസിന്റെ ജീവിതത്തിൽ തന്റെ മിഷൻ വേലയോടുണ്ടായ ചലഞ്ചസ് ആണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും നിങ്ങളോട് മിണ്ടിയില്ല, അതുകൊണ്ട് ഇനി ഞാൻ സുവിശേഷ വേല ചെയ്യുന്നില്ലെന്ന് പറയല്ലേ. ഞാൻ വലിയ താല്പര്യത്തോടെ ആ സഹോദരനോടൊന്ന് ചിരിച്ചത്, ആ സഹോദരൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ വിചാരിച്ചു ആ പാസ്റ്റർ എനിക്കൊരു കൈ തരുമെന്ന്. എനിക്ക് കൈ തന്നില്ല. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം. ഈ പൗലോസിനെ അനുഭവിച്ച വ്യതയുമായിട്ട് അത് കമ്പയർ ചെയ്യാൻ പറ്റുമോ? പറ. നമ്മളെയൊക്കെ ഈ ഫീൽഡിൽ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന എന്താണെന്നറിയാമോ? സ്തോത്രം. കർത്താവിന്റെ കഷ്ടതയും അപ്പോസ്തലന്മാര് കടന്നുപോയ കഷ്ടതയുടെ പന്താവുമാണ്. പ്രൈസ് ഗോഡ്. കർത്താവ് പറഞ്ഞല്ലോ, യേശുദമ്പുരാൻ പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 14:33, ഇൻ ദ വേൾഡ് യു ഷാൽ ഹാവ് ട്രിബുലേഷൻ, ബട്ട് ബി ഓഫ് ഗുഡ് ചിയർ, ഐ ഹാവ് ഓവർകം ദ വേൾഡ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ശാരീരികമായ വെല്ലുവിളികൾ, അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് സമയമില്ല. സോദരൻ. രണ്ടാമത്, കൾച്ചറൽ ചലഞ്ചസ്. ഈ കൾച്ചറൽ ചലഞ്ചസിൽ വലിയ വിഷയമാണ് ലാംഗ്വേജസ്. നമ്മൾ മലയാളികളാണ്. നമ്മൾ മലയാളികളായിരിക്കുന്ന നമ്മുടെ മുമ്പിൽ തൊട്ടടുത്ത നമ്മുടെ കേരളത്തിൽ തൊട്ടടുത്ത രാജ്യം ഏതാ? അടുത്ത സംസ്ഥാനം പറ, വേഗം പറ. തമിഴ്നാട്. തമിഴ്നാട്. മലയാളികളായിരിക്കുന്ന നമ്മൾക്ക് എത്ര പേർക്ക് തമിഴ് അറിയാം? ബോർഡറിലുള്ളവരുടെ ഭാഷകളൊക്കെ ഒരു പക്ഷെ മനസ്സിലാക്കാമായിരിക്കും. സ്തോത്രം. പക്ഷെ സിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവർ പറയുന്ന തമിഴ് ഒന്നും പിടും കിട്ടത്തില്ല, ഒന്നും മനസ്സിലാകത്തില്ലെന്നേ. മനസ്സിലായോ? അന്നേരം ഭാഷാ പ്രശ്നം ഒരു വലിയ വിഷയമാണ്. കർത്താവ് പറഞ്ഞു, ഭൂമിയുടെ അറ്റം വരെയും പോയി സുവിശേഷ വേല ചെയ്യണമെന്ന്. അന്നേരം ലാംഗ്വേജസ് ഒരു ചലഞ്ചാണ്. പിന്നെ ഡ്രസ് കോഡ്. നമ്മളിവിടെ ഇങ്ങനെ വെള്ളയൊക്കെ റെഡിയാക്കി മലയാളികളെ സ്വതന്ത്രം ഞായറാഴ്ച വെള്ളയൊക്കെ ഇട്ട് ആരാധനയ്ക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ സ്വതന്ത്രം മറ്റു പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവർക്ക് വെള്ളയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള എടുത്തിട്ടുള്ളൂ. അന്നേരം അവർ ആത്മീയരല്ലെന്ന് വല്ലതും പറഞ്ഞാൽ തീർന്നു. മനസ്സിലായോ? വേണ്ടാത്തൊന്നും പറഞ്ഞേക്കില്ല കേട്ടോ. സ്തോത്രം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എങ്ങനെ നിൽക്കുന്നു, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നാൽ മതി. മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ആ ക്രോസ് കൾച്ചറൽ ഇവാഞ്ചലിസത്തിന് മനസ്സുണ്ടായിരിക്കണം, അല്ല സംഗതി പോയി. പിന്നെ ഫുഡ് ചലഞ്ചസ്. നമ്മുടെ ഫുഡല്ല വേറൊരിടത്തെ ഫുഡ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പല ഭാഗങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, പലരുടെയും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ഞാൻ 2 കൈയും തലേ വെച്ചിട്ടുണ്ട്, കർത്താവ് എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അതൊരു വിഷയമാണ്. സ്തോത്രം. അത് വിവരിപ്പാൻ സമയമില്ല. പിന്നെ അവരുടെ ജീവിത ലൈഫ് സ്റ്റൈല് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ല. വിവാഹ സ്റ്റൈല്,
പിന്നെ പലർക്കും എഡ്യൂക്കേഷൻ കാണത്തില്ല. പിന്നെ നോർത്ത് ഇന്ത്യയിലെ ഭവനങ്ങൾ വീട് പോലത്തെ ഭവനമൊന്നും അല്ലല്ലോ നമ്മുടെ നാട്ടിലെ വീടുകളൊക്കെ. ഷെൽട്ടറിന്റെ പോലും പലവിധ ഡിസൈൻസാ. റോഡുകൾ നോക്കണം. സിറ്റിയിലെ റോഡും വില്ലേജിലെ റോഡും തമ്മിൽ എന്തുമാത്രം അന്തരമുണ്ട് അല്ലേ? ഇനി കേരളത്തിൽ തന്നെ എടുക്കാം. കോട്ടയത്തെ ഭാഷയല്ല കോഴിക്കോട്ടെ ഭാഷ. സ്തോത്രം. നമ്മളിവിടെ മഴയെന്ന് പറയുമ്പോൾ പിന്നെ എന്തുവാ, തമിഴ്നാട്ടിൽ അവിടെ ഒരിക്കലും പറയത്തേ ഇല്ല. പറയോ? റായ്ക്ക് ഒരു ലായ അവർ പറയുന്നത്. പിന്നെ അതുപോലെ ഈ കോഴിക്കോട് അങ്ങോട്ടൊക്കെ ഉള്ളിടത്ത് അവർ കൂടുതൽ യായ ഉപയോഗിക്കുന്നത് പല കാര്യങ്ങൾക്ക്. എന്നാ ഇവിടെ അങ്ങനൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. മനസ്സിലായോ? നമ്മൾ ചോറെന്ന് പറയുമ്പോ ചോറ് താന്ന് പറഞ്ഞ വടക്കണ്ടി ചെന്ന് പറഞ്ഞാൽ തല്ല് കിട്ടും. വടക്കണ്ടി ചോറെന്ന് പറഞ്ഞാൽ എന്നാ ജോൺസൺ CP പറ. രാജസ്ഥാനിലെ മനസ്സിലായോ? എറണാകുളത്ത് ഞങ്ങളുടെ ചർച്ചിലെ ഒരു പെങ്കൊച്ച് നോർത്ത് ഇന്ത്യയിലെ ഒരു ചെറുക്കനെ കല്യാണം കഴിച്ചു. വിരുന്ന് ചോറിന് ഞങ്ങൾ വീട്ടിൽ വിളിച്ചു. അന്നേരം നമ്മുടെ കേരള ഫുഡ് ഇഷ്ടം അതൊക്കെ പറഞ്ഞ് കൊടുത്തപ്പോ അവന് ചോറ് കൊണ്ടുവരാന്ന് പറഞ്ഞു. ഇവന് ചോർന്ന് കിട്ടുമ്പോ അവനങ്ങ് എഴുന്നേറ്റു. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്തോ ആയി പറഞ്ഞ്? മനസ്സിലായോ? നമ്മൾ വലിയ കാലത്ത് അവന് കൂടുതൽ ഇച്ചിരി ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയാ ചോറെന്ന് പറഞ്ഞത്. അവൻ വിചാരിച്ചു അവനെ കള്ളനെന്ന് പറഞ്ഞ. മനസ്സിലായോ? അനുഭവിച്ച ഭേദ ഭയങ്കരമായിരുന്നു. അന്നേരം നോക്കിക്കേ, ഈ നമ്മുടെ നാക്കിന് ഹിന്ദിയിൽ എന്നാ പറയുന്നേ? നാക്കിന് ജീബ്. ജീബ്. നാക്കിന്. മൂക്കിന് ജീബ്. മൂക്കിന് എന്നാ പറയുന്നേ? ആ, ഇത് നാക്കാന്ന് നമ്മളുടെ പറഞ്ഞ നിങ്ങൾ സമ്മതിക്കുവോ? നമ്മുടെ മൂക്കിന് നാക്കെന്നാ പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ഭാഷാ പ്രശ്നങ്ങളുണ്ട്. അന്നേരം വില്യം കേറിയും ഒക്കെ ഈ രാജ്യത്ത് വന്ന് നമ്മുടെ ഭാഷ പഠിച്ച് അവർ സുവിശേഷ വേല ചെയ്ത് ചെറിയ സംഭവമായിട്ട് കാണരുത്. നമുക്കൊരു സെന്റൻസ് പുതിയ ഭാഷ പഠിക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഈ രാജ്യത്ത് താമസിച്ച് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. നമ്മുടെ കാര്യങ്ങൾ ഓർത്തി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അന്നേരം കൾച്ചറൽ ചലഞ്ചസ് മിഷനിൽ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു 1 കൊരിന്ത്യർ 9-ാം അധ്യായം 20-23 വാക്യങ്ങളിൽ, 1 കൊരിന്ത്യർ 9-ന്റെ 20 മുതൽ 23 വരെ പെട്ടെന്ന് വായിച്ചു. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന നീ ആർ? മെനഞ്ഞിരിക്കുന്നത് മെനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്ത് എന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരം ഇല്ലയോ? എന്നാൽ ദൈവം തന്റെ കോപം കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്ന് മാത്രമല്ല ജാതികളിൽ നിന്ന് വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോടെ സഹിച്ചു എങ്കിൽ എന്താ? നമ്മൾ ഇങ്ങനെ വേണം സുവിശേഷ വേല ചെയ്യാൻ. മനസ്സിലായോ? നമുക്ക് എവിടെ പോയി മിഷൻ വർക്ക് ചെയ്യാം. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ഉപദേശം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. യേശു പഠിപ്പിച്ചതും അപ്പോസ്തലന്മാര് പഠിപ്പിച്ച ഉപദേശത്തിൽ നിൽക്കണം. അല്ല ചായയുടെ പേരിലും ഡ്രസ് കോഡിന്റെ പേരിലും വഴക്കുണ്ടാക്കാൻ നിൽക്കല്ലേ. 2, ജീവിത വിശുദ്ധി നഷ്ടപ്പെടാതെ ഒരാത്മാവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യണം. മനസ്സിലായോ? വി ഹാവ് ടു അഡോപ്റ്റ് എ ന്യൂ കസ്റ്റം. ചില കഷ്ടങ്ങൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ കർത്താവിന് മേലുള്ള ബന്ധത്തിൽ. മനസ്സിലായോ? അവിടെ നമ്മുടെ ഉപദേശത്തിന് ഹർട്ടുണ്ടാകി ഇഞ്ചുറി വരാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ഹോളിനെസ്സിനും കുഴപ്പമുണ്ടാകാൻ പാടില്ല. ഇനി 3-ാമത് മെന്റൽ ചലഞ്ച്, സൈക്കോളജിക്കൽ ചലഞ്ചസ്.
ഒരുപാടുണ്ട്. അതൊരു വലിയ വിഷയം തന്നെയാണ്. സ്തോത്രം. ഒറ്റപ്പെടൽ അനുഭവിക്കുക. നമ്മൾ കർത്താവിന്റെ വേലയുമായിട്ടൊക്കെ പോകുമ്പോൾ ഒറ്റപ്പെടൽ ഉണ്ടാകാം. ലോൺലിനെസ്, വീട്ടുകാരിൽ നിന്ന് നമ്മൾ ഒറ്റപ്പെടും, കൂട്ടുകാരിൽ നിന്ന് നമ്മൾ അകന്നു പോയി വേല ചെയ്യേണ്ടതായിട്ട് വരും. ഡീപ്പ് ഡിസ്കണക്ഷൻ, നമ്മൾക്കുമായിട്ട് നമ്മൾ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒത്തിരി പേരെ നമ്മൾ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്തിട്ട് വേണം ചില ഏരിയയിലൊക്കെ പോയി നമ്മൾ ദൈവവേല ചെയ്യാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ആയിട്ട് റെസ്റ്റ് കിട്ടത്തുള്ളൂ. ഹൈ പ്രഷർ ഉണ്ടാകും. സ്തോത്രം. ഞാൻ മനസ്സിലാക്കുന്ന ഒരു നല്ല ദൈവദാസന്മാർക്കും മിഷണറിമാർക്കും ഹൈ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെയാണ്. മനസ്സിലായോ? എന്നോട് ഡോക്ടർമാരൊക്കെ ഇടയ്ക്ക് പറയും, സൈമൺ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ, കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം, വല്ല ബുദ്ധിമുട്ടാന്നൊക്കെ പറയും. ജീവിതത്തിൽ ഇതുവരെ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായോ? സമയത്ത് കഴിഞ്ഞിട്ടില്ല, ഇതുവരെ പറ്റിയില്ല. എങ്ങനെ കഴിക്കും? എങ്ങനെ പോവും? സ്തോത്രം. വളരെ ഒറ്റപ്പെട്ടൊക്കെ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഒരിക്കൽ ഞാന് സെലിനോട് പറഞ്ഞു, ഇന്ന് ദൈവത്തിന്റെ കൃപയെ നമുക്ക് ഇച്ചിരി റെസ്റ്റിന്റെ ദിവസമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങാം, കാരണം ഒരുപാട് ദിവസം ഉറക്കളപ്പുണ്ട്. സ്തോത്രം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോണ്ട് സ്തോത്രം, അടുത്തൊരു കോള് വരുന്നു. പക്ഷെ ഞങ്ങള് വളരെ ദൂരെ നിന്ന് അങ്ങോട്ടൊന്ന് വരിക, ഭാഷ അവിടെ ഉണ്ടോ? സ്തോത്രം. അന്നത്തെ ദിവസം ഉറങ്ങാനേ പറ്റിയില്ല. മനസ്സിലായോ? ജീസസ്. അതിനുള്ള കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം പോയി. മനസ്സിലായോ? നമ്മുടെ ഈ പ്രഷറൊക്കെ നമ്മളെ എന്ത് ചെയ്യുന്നറിയാമോ? വലിയ ഫിസിക്കൽ പ്രോബ്ലത്തിലേക്ക് കൊണ്ട് നയിക്കുവാനിടയായിരിക്കും. സ്തോത്രം. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാതെ വരുമ്പോൾ ക്രോണിക് ഡിസീസ് ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? പൗലോസിന്റെ കാര്യം ഞാൻ പറയുന്നത് വായിച്ചേ. 2 തിമോഥെയോസ് 1:15 വായിച്ചേ. 2 തിമോഥെയോസ് 1:15. Second Timothy chapter 1 verse 15. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. എന്റെ ദൈവമേ, തിമോഥെയോസിനോട് പൗലോസ് പറയുകയാണ്, ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ട് പോയി കളഞ്ഞു എന്ന് അറിയുന്നു. ആ ഒറ്റപ്പെടൽ എന്ന് ഓർത്ത് നോക്കിയേ. എല്ലാവരെക്കാളും അധികം അന്യഭാഷ പറയുന്ന പൗലോസ്, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്, പ്രവചിക്കുന്ന പൗലോസ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന പൗലോസ്, സഭകൾ സ്ഥാപിച്ച പൗലോസ്, അനവധി യാത്രകൾ ദൈവത്തിന് വേണ്ടി ചെയ്ത പൗലോസ്. ഇന്നലെ ഞാൻ ഇവിടെ ചർച്ചിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. പൗലോസിന്റെ ജീവിതം എന്ന് പറയുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. പറയാമോ? ആർക്കെങ്കിലും പറയാമോ? പൗലോസിന്റെ ജീവിതം എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. എന്ന് പറയാമോ? ഒന്ന് സുവിശേഷം പ്രസംഗിക്കുക. ഒന്ന് സുവിശേഷം പ്രസംഗിക്കുക. സ്തോത്രം. ഞാൻ കുറച്ചുകൂടെ അതിനെ 2 ക്യാപ്സ്യൂളാക്കി തരാം. 1, യേശുവിന് വേണ്ടി മാത്രമായിരുന്നു. സെക്കൻഡ് 1, ദൈവസഭയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. മനസ്സിലായോ? യേശുവിന് വേണ്ടിയും ദൈവസഭയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒരു ബിസിനസ്സും പൗലോസിനില്ലായിരുന്നു. മനസ്സിലായോ? ഹല്ലേലൂയ. അന്നേരം സുവിശേഷത്തിനും സഭകൾക്കും വേണ്ടി മാത്രം ജീവിച്ച പൗലോസ്, യേശുവിന് വേണ്ടി ദൈവസഭ, താൻ കല്ലേറ് കൊണ്ടതും അടി കൊണ്ടതും ഇടി കൊണ്ടതും സ്തോത്രം ജയിലിലായതെല്ലാം യേശുവിന് വേണ്ടിയാണ്. താൻ ഉപദ്രവം സഹിച്ചതെല്ലാം ദൈവസഭയ്ക്ക് വേണ്ടിയാണ്. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ആസ്യക്കാരെല്ലാവരും എന്നെ കൈവിട്ടു. ഇന്ന് ഒരു ദൈവദാസനെ ഒരു സൊസൈറ്റി കൈവിട്ടെന്നിരിക്കട്ടെ, ഒരു സഭ കൈവിട്ടെന്നിരിക്കട്ടെ, നമ്മൾ ഉടനെ ഒരു കമന്റ് പാസ്സാക്കും, ആ മനുഷ്യന്റെ എന്തോ കയ്യിലിരിപ്പുണ്ടാകും. ആർക്കെങ്കിലും ചങ്കൂറ്റമുണ്ടോ ആസ്യക്കാര് പൗലോസിനെ കൈവിട്ടത് പുള്ളിയുടെ കയ്യിലിരിപ്പുണ്ടാണെന്ന് പറയാൻ പറ്റുമോ? പ്രൈസ് ഗോഡ്. അതായത് നമ്മൾ കാരണമറിയാതെ ഒരു മനുഷ്യനെ വിധിക്കരുത്. മനസ്സിലായോ?
സ്തോത്രം. ഇതിനകത്ത് വിഷയം 2 കൊരിന്ത്യർ 1-ാം അധ്യായം 8, 9, 10 വാക്യങ്ങൾ നോക്കിയേ. പൗലോസിന്റെ ആ ഉറപ്പ് നോക്കാം, വായിക്കാം. 2 കൊരിന്ത്യർ 1-ന്റെ 8, 9, 10. സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. സുവിശേഷ വേലയാന്നേ, മിഷൻ വർക്കാണ്. സ്തോത്രം. അതുപോലെ തന്നെ സഹിച്ചു. അടുത്തത്, കാരണം അവിടെ വായിക്കുമ്പോൾ ഉള്ളിൽ ജീവിക്കുമോ ഒന്നൊരു പ്ലാൻ ഇല്ല. പക്ഷെ ദൈവം എന്ത് ചെയ്തു? ആ വാക്യം തീർന്നു. 10 വരെ വായിച്ചോ? ഇല്ല. ആ, അതെ, ഞങ്ങളിൽ അല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ ആമേൻ. അതാണ് പൗലോസിന്റെ ഉറപ്പെന്ന് പറയുന്നത്. സ്തോത്രം. ഇനിയും വിടുവിക്കുമെന്നാ പറഞ്ഞത്. ഇൻ ദ ഫ്യൂച്ചർ ഗോഡ് വിൽ ഡെലിവർ മീ. ഭാവിയിലും ദൈവം വിടുവിക്കും. ആ ഉറപ്പ് വേണം ദൈവത്തിന്റെ വേല ചെയ്യാൻ. സ്തോത്രം. ഇനി 4-ാമത്തെ വിഷയം ഫൈനാൻഷ്യൽ ചലഞ്ചസ് ആണ്, ലോജിസ്റ്റിക്കൽ. ശുശ്രൂഷകൾക്ക് ആവശ്യമായ സാമഗ്രികൾ ചിലപ്പോൾ ലഭിക്കാറില്ല. ചിലപ്പോൾ ഒരു മൈക്രോഫോൺ വേണമെന്ന് തോന്നും. ട്രാക്ടറുകൾ ചിലപ്പോൾ കിട്ടത്തില്ല, വാഹനങ്ങൾ കാണത്തില്ല. ആഗ്രഹമുള്ള സുവിശേഷ വേല വിജയിക്കാൻ ആവശ്യമായ ഘടകങ്ങളൊന്നും ചിലപ്പോൾ കയ്യിൽ കാണത്തില്ല. സ്തോത്രം. ചിലപ്പോൾ തണുപ്പ് രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ബ്ലാങ്കറ്റ് കാണത്തില്ല, ഫുഡ് കാണത്തില്ല. ഇതൊക്കെ ഇപ്പം കുറച്ച് സാഹചര്യങ്ങളൊക്കെ മാറിയെന്ന് പറഞ്ഞാലും നമ്മുടെ പിതാക്കന്മാരൊക്കെ കർത്താവിന്റെ വേല ചെയ്തത് ഇതൊക്കെ. സ്തോത്രം. പൗലോസ് പറഞ്ഞല്ലോ, എന്റെ കമ്പിളി എടുത്തോണ്ട് വരണമെന്ന് പറഞ്ഞില്ലേ തീമോഥെയോസിനോട്, അല്ലേ? സ്തോത്രം. അന്നേരം ക്ലൈമറ്റ് ചേഞ്ചസ് ഒത്തിരി കഷ്ടം അനുഭവിക്കും. അന്നേരം പണമില്ലായ്മ, ഇതൊക്കെ നമ്മുടെ മിഷൻ ചലഞ്ചസ് ആണ്. സുവിശേഷ വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് ചലഞ്ചസ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ വിശ്വാസത്തോടെ സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ ദൈവം ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നിറവടിയായി ചെയ്തു തരും. ദൈവത്തിന് സ്തോത്രം. ഞാൻ വേഗം മുന്നോട്ട് പോട്ടെ. 5-ാമത് സ്പിരിച്വൽ ചലഞ്ചസ്. സ്പിരിച്വൽ ചലഞ്ചസ്. വൈ ദിസ് സിറ്റുവേഷൻ ഒക്കെ? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നത്? ഫോർ എക്സാമ്പിൾ, സ്പിരിച്വൽ ചലഞ്ചസ്. ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. സോദരൻ, ചില വെല്ലുവിളികൾ നമുക്കുണ്ടാകാം. എനിക്ക് നേരിട്ടൊരു വെല്ലുവിളി ഞാൻ പറയാം. സ്തോത്രം. ഞാൻ 1997 പിന്നെ UAE വരുന്നത്. വിസിറ്റിങ്ങിലാന്ന് വന്നത്. ആ സമയത്ത് നോർത്ത് പറവൂരിൽ എൻ്റെ കൂടെ ഒരു 10ഓളം ദൈവാസന്മാരുണ്ട്. ദ ലിവിങ് കോസ്റ്റൽ മിനിസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ടീം പ്രവർത്തനം എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് ഒത്തിരി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പപ്പ മരിക്കുന്നത്. 63-ാമത്തെ വയസ്സിൽ പപ്പ മരിച്ചു. അതിന് വീടിന്റെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഞങ്ങളുടെ മേൽ വന്നപ്പം, സ്തോത്രം, കർത്താവിന്റെ വേല വിട്ട് കളയാൻ എനിക്ക് മനസ്സ് വന്നില്ല. സ്തോത്രം. പക്ഷേ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാനും പറ്റിയല്ല. ഒരു 160 കിലോമീറ്റർ അകലമാണ് എൻ്റെ വീട്. കിടക്കുന്നവരാണ് ഞങ്ങൾ. അന്നേരം ആലുവ കഴിഞ്ഞ് നോർത്ത് പറവൂർ. സ്തോത്രം. അതിന് എല്ലാ ആഴ്ചയിലും വീട്ടിൽ വരേണ്ട സാഹചര്യം വരിക. മനസ്സിലായോ? നമ്മുടെ പലപ്പോഴും പഠിക്കുന്ന മേഴ്സി ഉണ്ട്, അതിൻ്റെ ഇളയതൊരു ഷൈനിയുണ്ട്, കൊച്ചു 2 പെൺപിള്ളേർ. ഇവരെല്ലാം ടേക്ക് കെയർ ചെയ്യണം. ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അങ്ങനെ അവിടുത്തെ പ്രവർത്തനങ്ങൾ എനിക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത നിലയിൽ ഭയങ്കര ചലഞ്ചസ് എൻ്റെ ജീവിതത്തിൽ വന്നു. അങ്ങനൊക്കെ ജീവിതത്തിൽ വരാം. മനസ്സിലായോ? സ്ഥലം അവിടുന്ന് മാറിയതേ ഉള്ളൂ, കർത്താവിന്റെ വേലയിൽ നിന്ന് മാറിയില്ല.
ചിലപ്പോൾ നമ്മളെ ചില ഏറിയയിൽ നിന്ന് ദൈവം മാറ്റും. പക്ഷേ കർത്താവിന്റെ വേല വിട്ട് നിങ്ങൾ പോകാൻ പാടില്ല. സ്തോത്രം. പിന്നെ നമ്മുടെ വിശ്വാസത്തെ സംശയിക്കത്തക്ക സാഹചര്യങ്ങൾ വരും. കർത്താവിന്റെ വേലയിൽ സ്തോത്രം സംശയങ്ങൾ ഒത്തിരി ഉണ്ടാകാം. മത്തായിയുടെ സുവിശേഷം 11:3 വായിച്ചേ. മത്തായി 11:3. തന്റെ ശിഷ്യന്മാരോട് വരുവാനുള്ളവൻ നീയോ? വരുവാനുള്ളവൻ നീയോ? ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. ഇത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞൊരു കാര്യമാണ്. കാരണം യോഹന്നാൻ തടവിലായിരിക്കുക. ഈ യോഹന്നാൻ ജനിച്ചത് തന്നെ മരുഭൂമിയിലെ ശബ്ദമായി തീരാൻ യേശുവിന് വഴിയൊരുക്കാനാണ്. യേശുവിനെ കണ്ടപ്പോൾ തന്റെ ശിഷ്യന്മാരെ പരിചയപ്പെടുത്തി കൊടുത്തത് ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നാണ്. മനസ്സിലായോ? പുള്ളി പറഞ്ഞു, ഞാനോ കുറയണം നീയോ വളരണം എന്നൊക്കെ പറഞ്ഞ മനുഷ്യനാ. ഇപ്പോൾ ഒരു പ്രതിസന്ധി വന്നപ്പോ പറയാണ്, ഞങ്ങളെ സാക്ഷാൽ മശിയ നീയാണോ അതോ ഇനി വേറെ ആരെങ്കിലും ഞങ്ങൾ കാത്തിരിക്കണം? നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവനെ അറിയുന്നില്ലയോ, കാണുന്നില്ലയോ, ഇങ്ങനാണോ എന്നൊക്കെ നമ്മുടെ ദൈവസന്നിധി ചോദിക്കും, അല്ലേ? സ്തോത്രം. ആത്മീയ വെല്ലുവിളികള് നമ്മുടെ ജീവിതത്തിൽ വരും. ദൈവം എന്നെ കൈവിട്ടോ എന്നൊരു ഫീലിംഗ് നമ്മുടെ ജീവിതത്തിൽ വരും, അല്ലേ? ഫീലിംഗ് അബാൻഡൻഡ് ബൈ ഗാഡ്. ദൈവം എന്നെ ഉപേക്ഷിച്ചോ? ചില ഉത്കണ്ഠകൾ, ആങ്സൈറ്റി, ചിന്താകുലം ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. ഹോപ്പ്ലെസ്നെസ്, പ്രത്യാശയില്ലായ്മ നമ്മുടെ ജീവിതത്തിൽ വരും. ഇതെല്ലാം മനുഷ്യത്വത്തിൽ സംഭവിക്കാവുന്നൊരു വിഷയമാണ്. പ്രൈസ് ഗോഡ്. ഇതെല്ലാം മനുഷ്യത്വത്തിൽ സംഭവിക്കാവുന്നൊരു വിഷയമാണ്. ഈ സെമിനാറിൽ എനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത്, സ്തോത്രം, എന്തെല്ലാം വന്നാലും ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ ഉദ്ദേശം മാറിപ്പോകല്ലേ. ഹല്ലേലൂയ. To spread the Christian gospel to the whole world. നമുക്ക് ആ മിഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. You and me can continue the mission. Why? Christ is faithful to ordinary people. സാധാരണ നമ്മളെപ്പോലുള്ള എല്ലാ ആൾക്കാർക്കും നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അത് നമ്മൾ ഓർക്കണം. Praise God. God's redemptive work is vast. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ വേല എന്ന് പറഞ്ഞ വളരെ വിശാലമായ ഒന്നാണ്. സ്തോത്രം. ആ വേലയുടെ പ്രത്യേകത, it will touch every part of life in a fallen world. ഈ വീണ് കിടക്കുന്ന ലോകത്ത് സകലരെ സ്പർശിക്കുന്നതാണ് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ വേല എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വേല വളരെ വിശാലമാണെന്ന് നമ്മൾ ചിന്തിക്കണം. വീണുപോയ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ മിഷൻ ടച്ച് ചെയ്യപ്പെടണം എന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്നോട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. ദൈവരാജ്യം വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. Pray for God's kingdom to come. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഈ ദൗത്യം നാം ചെയ്യണം. എന്നും ആദ്യമേ ഓർപ്പിച്ച പോലെ, ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവരാജ്യം വിശാലമായിക്കൊണ്ടിരിക്കും. നാം എന്ത് ചെയ്താലും നമ്മുടെ മനസ്സിൽ മിഷൻ അല്ലെങ്കിൽ ദൗത്യം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടായിരിക്കണം. വർക്ക് വിത്ത് ദ മിഷൻ ഇൻ മൈൻഡ്. നമ്മുടെ മനസ്സിൽ എന്തുണ്ടായിരിക്കണം? ആ മിഷൻ എന്നുള്ള പദം മാറിപ്പോകരുത്. ആമേൻ. ഇവിടെ ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. സ്തോത്രം. ഞാൻ ആദ്യം ഓർപ്പിച്ച പോലെ അല്പം അല്ലാത്ത തിരക്കുകൾ എങ്കിലും സ്തോത്രം, ഡോണ്ട് ഫോർഗെറ്റ് കോർ പർപ്പസസ്. പ്രധാനപ്പെട്ട പർപ്പസ്, ഉദ്ദേശം ഒരിക്കലും നിങ്ങൾ മറക്കല്ലേ. എന്ത്? 3 കാര്യം ഒന്നുകൂടെ ഞാൻ പറയാം. പ്രൊക്ലെയിം ദ ഗോസ്പൽ ആൻഡ് ഇൻവൈറ്റ് ദ പീപ്പിൾ ടു ഫെയ്ത്ത്. സ്തോത്രം.
അന്നേരം സുവിശേഷം വിളംബരം ചെയ്യണം, ജനത്തെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് നമ്മൾ ക്ഷണിക്കണം. സെക്കൻഡ് വൺ, മേക്ക് ഡിസൈപ്പിൾസ്. ക്രിസ്തുവിന്റെ ഉപദേശപ്രകാരം വിശ്വാസികളെ വളരുവാനും ജീവിക്കുവാനും നാം സഹായിക്കണം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, എങ്ങനെയാ മേക്ക് ഡിസൈപ്പിൾസ് പ്രാബല്യത്തിലാകുന്നത്? ക്രിസ്തുവിന്റെ ഉപദേശപ്രകാരം വിശ്വാസികളെ വളരുവാനും ജീവിക്കാനും സഹായിക്കണം. Then glorify God. This is our ultimate aim. Praise the Lord. അതുകൊണ്ട് മിഷൻ വർക്കിന് വേണ്ടി നമുക്ക് വീണ്ടും ശക്തമായിട്ട് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാം. ചലഞ്ചസിനെ എല്ലാം നമുക്ക് ഒരു സൈഡിൽ കളഞ്ഞിട്ട് കർത്താവ് വിശ്വസ്തനാണ്, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം അന്ത്യം വരെ തികയ്ക്കുമെന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.